ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണല്ലോ? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു പുഡിംഗ് ആണ്. എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ പുതിയ റെസിപ്പിയിലേക്ക്. ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പാലാണ്. ഏത് കപ്പിലാണ് നമ്മൾ പാലെടുക്കുന്നത് വെച്ചാല് ആ സെയിം കപ്പിന് തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ. പഞ്ചസാര തീർത്തും നമ്മളുടെ ഇഷ്ടമാണ്. മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ അതിലും കുറവ് എടുത്താൽ മതി. പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് പാലില് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഏത് കപ്പിനാണോ നമ്മൾ പാലും പഞ്ചസാരയും ഒക്കെ എടുക്കുന്നത് അതേ കപ്പിന് തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ ആണ് അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോണത്. 1/4 കപ്പ് കൊക്കോ പൗഡർ ഏകദേശം ഒരു 2 ടീസ്പൂൺ 2 ടീസ്പൂൺ അത്ര ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് സെപ്പറേറ്റ് ഒരു ബൗളില് സെയിം പാല് തന്നെ കുറച്ച് ഇതിലേക്ക് മാറ്റിയതാണ് കേട്ടോ. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡർ അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോറും സെയിം അതേ ക്വാണ്ടിറ്റി, ആ കപ്പിന് 1/4 കപ്പ് കോൺഫ്ലോർ. ഇനി കോൺഫ്ലോറിന് പകരം നിങ്ങളുടെ അടുത്ത് ആരോ റൂട്ടിന്റെ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. രണ്ടും ഒരേ ഗുണം തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് പുഡിംഗ് കറക്റ്റ് ആയിട്ട് വരുന്ന സാരം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത്, കോൺഫ്ലോറും ആരോ റൂട്ട് പൗഡറും രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഏതെങ്കിലും ഒന്നെങ്കിൽ ആരോ റൂട്ട് പൗഡർ അല്ലെങ്കിൽ കോൺഫ്ലോർ. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ ആണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ഫിൽറ്ററിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തോളൂ. കാര്യം ഇതിൽ എന്തെങ്കിലും കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിയാണ്, പക്ഷെ അതിൽ കട്ട കുറച്ചൊക്കെ കെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഫിൽറ്റർ ചെയ്ത് എടുക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ അതിൽ കിടന്നു കഴിഞ്ഞാൽ പുഡിങ് കറക്റ്റ് ആയിട്ട് വരില്ല. അവിടെ ഇവിടെ കട്ട കൂടി വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഫിൽറ്റർ ചെയ്യണത്. ഫിൽറ്റർ ചെയ്യേണ്ട വേണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഡാർക്ക് ചോക്ലേറ്റിന്റെ ഒരു അത്യാവശ്യം വലിയൊരു പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തോളൂ. ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണ വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും അത് ഈ ചൂടുള്ള ഈ മിക്സ്ചറിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെൽറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് അത് ഗ്രേറ്റ് ചെയ്യാൻ നിന്നില്ല. എന്നിട്ട് നന്നായിട്ട് ഈ സ്ട്രക്ചർ ആവണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആവും. ഇതാണ് പുഡിങ്ങിന്റെ പാകത്തിനുള്ള സ്ട്രക്ചർ ശരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ ആയതിനു ശേഷം സ്റ്റവ് ഓഫ് ആയിക്കോളൂ. എന്നിട്ടൊരു പാത്രത്തില് ഒന്നെങ്കിൽ എണ്ണ തടവി കൊടുക്കുക, അതല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ നമ്മൾ ചില്ലറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ചില്ലറിൽ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പുഡിങ്ങിന്റെ പാകമായിട്ട് തന്നെ നമുക്ക് കിട്ടും. അത് എടുത്ത് 2 മണിക്കൂറിന് ശേഷം അത് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് കണ്ടോ, ഈ പരുവായിട്ടുണ്ടാവും. ഇതാണ് കറക്റ്റ് പുഡിങ്ങിന്റെ പാകം എന്ന് പറയുന്നത്. ഇതുപോലെ ആവണം. എന്നിട്ട് അത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റുക. ഇതിലേക്ക് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കാഷ്യൂ നട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാര്യം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് പുഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കടിക്കാനായിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ലൊരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരണവരെ ടേക്ക് കെയർ. ബൈ ബൈ.